ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് തിളപ്പിച്ച വെള്ളമല്ല, ചെറുതായിട്ട് ചൂടുള്ള വെള്ളം കൊണ്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം പാല് വെച്ചിട്ടും ഈ ഒരു മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളം കൊണ്ടാണ് ഈ ഒരു മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തിട്ട് ഇല്ലെങ്കിൽ അതിന് പകരം വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് നല്ല പോലെ സോഫ്റ്റ് ആക്കി എടുക്കുക. നമ്മൾ ഈസ്റ്റ് ചേർത്ത കാരണം തന്നെ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അടച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. 1 മണിക്കൂർ വെച്ചാൽ തന്നെ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും. നമ്മൾ ചൂടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് ആയി കിട്ടും. അടുപ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നല്ല ചൂടുള്ള ഭാഗമാവും. അപ്പോൾ ഈ 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു മാവിൻ്റെ പാത്രം തുറന്നിട്ടുള്ളത്. നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എത്ര വലിപ്പം വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ട്രെയിൽ വെക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വലിപ്പത്തിലാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയതാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 6 എണ്ണം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ പിസ്സ സോസാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് നൂഡിൽസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറിലും നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നൂഡിൽസിൽ അതിൽ ഒരു സ്പൈസസ് മാത്രം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള നൂഡിൽസാണ്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് മൊസറല്ല ചീസാണ്, അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ നല്ല പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വളരെ കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാനിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഓവനിലാണ് വെക്കുന്നത്. പാനിൽ എങ്ങനെ പിസ്സ റെഡിയാക്കുക എന്നൊക്കെയുള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.